പരിശുദ്ധാത്മാവേ, ഈ ദിവസം ഞങ്ങളുടെ ശരീരമാവുന്ന ഭവനത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളാവുന്ന ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ സഭയാവുന്ന ആ ഭവനങ്ങളിലേക്ക്, ക്രിസ്തുവിൻ്റെ ഗാത്രം മുഴുവനിലേക്കും വലിയ ശക്തിയോടെ വചനത്തിലൂടെ വന്ന് നിറഞ്ഞ് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളെ ബന്ധനം അടിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ തൊടണമേ. സാത്താൻ്റെ ശക്തി ഞങ്ങളെ വിട്ടുപോകാൻ ഇടവരുത്തണം. ഞങ്ങളെല്ലാവരും ആത്മാവിൽ നിറയുന്ന വലിയൊരു ദിനമാക്കി മാറ്റണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നമുക്കൊരു വചനം കേൾക്കാം. 2 കൊരിന്ത്യർ 4 അധ്യായം 7 മുതൽ 18 വരെയുള്ള നല്ലൊരു വചനമാണ്. ശ്രദ്ധയോടെ കേൾക്കാം. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഭഗ്നാശരാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യും. വിശേഷം പറയുകയാണ് 16 മുതൽ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വം. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം നമ്മെ ഒരു പർദീസാനുഭവത്തിലേക്ക്, കൃപയുടെ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന വചനം. ഭയങ്കരമായ ശക്തിയുള്ള വചനമാണ് ഈ വചനം. പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്ന വചനം കൂടിയാണ്. ഭയങ്കരമായ വചനം എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ് അസ്വസ്ഥത ഉണ്ടാകുമെന്ന് പറയാൻ കാരണം എന്ന് പറയുമ്പോൾ, ചില ആത്മീയ ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഭയങ്കര ആർഭാടം നിറഞ്ഞ ജീവിതം, ഭയങ്കര ആഘോഷപരമായ ജീവിതം, ഭയങ്കരമായ ജീവിതം. പക്ഷേ ആധ്യാത്മിക ജീവിതം ആരംഭിച്ചു ക്രിസ്തു ശിഷ്യനായിട്ട് മാറാൻ, സഭയിൽ ക്രിസ്തുവിന് ദാസനായിട്ട് ദാസിയായിട്ട് മാറുന്ന ഈ വ്യക്തി അനേക വർഷങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഈ തൊങ്ങലും എല്ലാം ഒന്ന് മാറിയിട്ട്, ആ പ്രകടനപരതയൊക്കെ ഒന്ന് മാറിയിട്ട് പാകത വന്ന് നിൽക്കുന്ന ജീവിതങ്ങൾ കാണിച്ചു. ശാരീരികമായിട്ട് പോലും ശുഷ്കിച്ചു നിൽക്കുന്ന ജീവിതം, ബാഹ്യതയിലൊന്നും വലിയ കാര്യമില്ലാതെ. പ്രാർത്ഥന തുടങ്ങുമ്പോൾ എനിക്ക് ഭൗതികമായ ആവശ്യം വേണം, ലൗകികമായ ആഗ്രഹങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ. ജോലി വേണം, വിവാഹം, ഭയങ്കര വിവാഹം, വലിയ കുടുംബത്തിൽപ്പെട്ട ജീവിത പങ്കാളിയെ കിട്ടണം, നല്ല കൊച്ചുങ്ങളെ കിട്ടണം, അല്ലെങ്കിൽ വലിയ ജോലി, വലിയ സ്ഥാനം, വലിയ നേട്ടം, വലിയ കാര്യങ്ങളുമായിട്ട് തുടങ്ങുന്ന വ്യക്തി ആധ്യാത്മിക ജീവിതത്തിന്റെ വഴികളുടെ ഓരോ ദിനങ്ങളും നടന്നു കഴിഞ്ഞ് അവസാനം ആ വ്യക്തിയുടെ ലക്ഷ്യം ഈ ഭൗതികതയെല്ലാം അങ്ങ് മാറിയിട്ട് ഈശോ മാത്രം ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് മാറിയിട്ട് ബാക്കിയെല്ലാം ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വേണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാകുന്ന കാണാൻ പറ്റും. ഒരു വളർച്ച, ആധ്യാത്മിക വളർച്ചയുടെ വഴികളാണ്. ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചോണം, ശരിയായ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് പോലെ ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഒരിക്കലും ഒരു രസകരമായ സംഭവം നടക്കുക. ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ കൗൺസിലിംഗ് നടത്തി. കൗൺസിലിങ്ങിനായിട്ട് ഒരു സഹോദരി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. നല്ല ആഡംബരമുള്ള വസ്ത്രധാരണയൊക്കെ വിട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, വലിയ കാര്യങ്ങൾ പറയാനാണ്, കുടുംബ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ചെന്നു. പക്ഷെ ഉടനെ ഈ വ്യക്തി അങ്ങോട്ട് പറയുക, കൂടുതലൊന്നും പറഞ്ഞില്ല. കൗൺസിലർ പറഞ്ഞു, ഇദ്ദേഹം പോയിട്ട് മത്തായിയുടെ സുവിശേഷം 6:33 പോയി വായിച്ച് പ്രാർത്ഥിക്കും. മത്തായിയുടെ സുവിശേഷം 6:33 പോയി വായിക്കും. ഇത്രേ ഉള്ളൂ. ആദ്യം ദൈവരാജ്യവും അവിടുത്തെ നീതിയെ അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പിന്നെ ഞങ്ങൾ ധ്യാനത്തിന് വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഈ സഹോദരി പക്വതയുള്ള, പാകതയുള്ള, എളിമ നിറഞ്ഞ
ലാളിത്യം നിറഞ്ഞ ഒരു വസ്ത്രധാരണത്തോടെ ബൈബിളൊക്കെ പിടിച്ചു വന്നിട്ട് സുവിശേഷം കേൾക്കാൻ, വചനം പഠിക്കാൻ വന്നിരിക്കുക. പിന്നീട് കാലക്രമത്തിൽ ഞങ്ങൾ അറിയുന്നുണ്ട് ആ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ മാനസാന്തരം ഉണ്ടാകുന്നു, വലിയ വിടുതൽ, വലിയ സൗഖ്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വളർച്ചയാണ്, ആധ്യാത്മിക വളർച്ചയാണ്. ഭൗതികതയിലേക്ക് വളരുമ്പോൾ, പ്രാർത്ഥന കൂടുമ്പോൾ ഭൗതികത വളരുന്നത് അവിടെ ശരിക്കും ആത്മീയ മനുഷ്യൻ വളർന്നിട്ടില്ല. രണ്ടു തരം വ്യക്തിത്വമാണ് പൗലോസ്. ആത്മീയ മനുഷ്യനും ജഡിക മനുഷ്യനും. ജഡിക മനുഷ്യൻ അവൻ വളർന്നുകൊണ്ടിരിക്കും, ഇഷ്ടംപോലെ പണം, ഇഷ്ടംപോലെ പേര്, ഇഷ്ടംപോലെ പെരുമ. അപ്പോൾ അവന്റെ ആധ്യാത്മിക മനുഷ്യൻ ക്രിസ്തു ബന്ധം വളരെ കുറവായിരിക്കും. ക്രിസ്തു ബന്ധം കൂടുമ്പോൾ ഈ ബാഹ്യതയിൽ ഭയങ്കരമായ മാറ്റം വരിക. കാരണം എന്താ? ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുമ്പോൾ ഉപവാസമുണ്ട്, ദാനധർമ്മമുണ്ട്, പരിഹാര പ്രവർത്തികളുണ്ട്, പ്രാശ്ചിത്യ പ്രവർത്തികളുണ്ട്, കുംഭസാരമുണ്ട്, തെറ്റുതിരുത്തലുണ്ട്, ജീവിതത്തിൽ ഒരുപാട് തിരുത്തലുകൾ നടത്തുക. അങ്ങനെ ആധ്യാത്മിക ജീവിതത്തിന്റെ വഴിയിലൂടെ പോകും. അതാണ് സംഭവിക്കേണ്ടത്. അപ്പൊ യഥാർത്ഥ ആധ്യാത്മികതയുടെ വഴിയിലോട്ട് പോകുന്ന ഓരോ ജീവിതങ്ങളിലും ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്നതനുസരിച്ച് ഭൗതിക മനുഷ്യൻ ഇല്ലാതായി പോകുന്നു. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ പറയാം, വലിയ സഹനങ്ങൾ, മാക്സിമം പീഡനങ്ങൾ വരുന്നു, ഒറ്റപ്പെടലും ഉണ്ടാകുന്നു. പക്ഷെ ആ സമയത്ത് ക്രിസ്തു ബന്ധം വർദ്ധിക്കപ്പെടുക. ശരിക്കും പറഞ്ഞാൽ സഹനം എന്തിനും കർത്താവ് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവദിക്കുന്നു. വൈ ഗോഡ് പെർമിറ്റ്സ് ഈവിൾ ഓർ സഫറിങ്? ദ ആൻസർ ഈസ് ഓൺലി വൺ ആൻസർ ഈസ് ദ. ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. എന്താ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിന്നെ ക്രിസ്തുവിനോട്, സ്വർഗത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാ, ഈ ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയാ. അപ്പൊ ചോദിക്കും, ഈ ലോകത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാം ഇട്ട് അതൊന്നും ഇട്ടറിയാനല്ല. ഇവരെ സ്നേഹിക്കുന്ന വഴികളിൽ, ഇവരെ പരിപാലിക്കുന്ന വഴികളിൽ നീ ഒരു വിരക്തിയുടെ ഒരു മനോഭാവം, ആധ്യാത്മിക ജീവിതത്തിൽ അത്യാവശ്യം ഭൗതികതയോടുള്ള ഒരു അകലം സൂക്ഷിച്ചിട്ട് ദൈവത്തോടുള്ള അടുപ്പം കൂട്ടുകയാ. അതാണ് ധ്യാനം കൂടുന്ന പല മക്കൾക്കും തെറ്റുപറ്റുന്നതാ. എന്തിനു ധ്യാനിക്കാൻ പോകുന്നു? നീ ഈശോയെ സ്വന്തമാക്കാനാണോ? ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയാണോ? ഈ പൈശാചിക പീഡകളുള്ള മുഴുവൻ ജീവിതങ്ങളെ പഠിച്ചു. ആ ജീവിതങ്ങൾക്കെല്ലാം ലോകത്തോടുള്ള ബന്ധം കൂടുതലാ, ലൗകിക ബന്ധം കൂടുതലാ, ലൗകിക ജഡാസക്തി കൂടുതലാ. മദ്യപാനത്തിന്റെയും പുകവലിയുടെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും സ്വയംഭോഗത്തിന്റെയും ആഡംബരത്തിന്റെയും ധനത്തിന്റെയും ജീവിതം നയിക്കാൻ ഒരു കൊതിക്കുന്ന ജീവിതങ്ങളാ. അത്തരം ജീവിതങ്ങളിലേക്കാ സാത്താന്റെ ശക്തി ഭയങ്കരമായിട്ട് കയറി വരുന്നത്. നേരെ മറിച്ച് വിരക്തി എന്ന ശ്രേഷ്ഠമായ ദൈവിക പുണ്യം പരിശുദ്ധ അമ്മയിലും അപ്പോസ്തലന്മാരിലും ശിഷ്യന്മാരിലും വിശുദ്ധരിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന വിരക്തി എന്ന ശ്രേഷ്ഠമായ പുണ്യം, ഈ പുണ്യം നിൽക്കുമ്പോൾ ആ വ്യക്തി തന്റെ ജീവൻ ക്രിസ്തു. എന്തിനാണ് വിരക്തി? ഒരു വ്യക്തി ഒരു വസ്തുവിനോട് അകലുന്നത് വേറൊരുത്തോട് അടുക്കുന്നുണ്ട്. ഒരു വ്യക്തിയോട് ഒരു തെറ്റായ ബന്ധം പോകണമെങ്കിൽ വേറൊരുത്തേക്ക് ഒരു ബന്ധം ഉണ്ടാവണം. അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. ചില പാപകരമായ കൂട്ടുകെട്ടിൽപ്പെടുന്ന യുവാക്കൾ, യുവതികൾ ധ്യാനം കൂടാൻ വരാറുണ്ട്. ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ ബഹിഷ്കരണ പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ്. തലേക്ക് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ബന്ധനം അഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ നിങ്ങളെ ഇറക്കി വിടാൻ പറ്റത്തില്ല. വിട്ടുകഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ വീണ്ടും പോയി കുഴിയിൽ പോയി വീഴും. അതാണ് ചെയ്യുന്നത്. അവരെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുകയോ, സഭയോട് ഐക്യപ്പെടുത്തുകയോ, പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തി നിർത്തുകയോ, ആ ബലിപീഠത്തോട് ചേർത്ത് നിർത്തുമ്പോൾ അവരെല്ലാം ബന്ധം അഴിഞ്ഞു പോവുക, സാത്താന്റെ ശക്തി വിട്ടുപോവുക. അങ്ങനെ ക്രിസ്തു ബന്ധത്തിലൂടെ മാത്രമേ ഇത് വിട്ടുപോകുള്ളൂ, അല്ലാണ്ട് ഇത് വിട്ടുപോകത്തില്ല. ഒരു ശക്തിയുമുണ്ട്, അത് ജഡിക പാപത്തിന്റെ ബന്ധനം. ഒരു വ്യക്തിയെ വിട്ടുപോകണോ? ഒറ്റ വഴിയുള്ളൂ, പരമപരിശുദ്ധനായ കർത്താവിനോട് ആ വ്യക്തിക്ക് ബന്ധം ഉണ്ടാകണം. ഹൃദയൈക്യം. ചില ഭാഗ്യമായ കുറെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയുള്ള ഒരു ബന്ധമൊന്നും ബന്ധമാകത്തില്ല. ആത്മബന്ധം. ഇത് കൃപയാ മക്കൾ. അതാണ് കൃപയെന്ന വാക്കിന്റെ അർത്ഥം. ദൈവം ദാനമായിട്ട് തരുന്ന ഒരു അഭിഷേകം ഇത്. ഈ അഭിഷേകം കിട്ടുമ്പോൾ അത് നമുക്ക് തന്നെ ഉള്ളിലെപ്പോഴും തോന്നുകയാ, എനിക്ക് എൻ്റെ ഈശോയെ കൂടുതൽ സ്നേഹിക്കണം, എനിക്ക് എൻ്റെ ഈശോയുമായിട്ടുള്ള ബന്ധത്തിലാവണം. അങ്ങനെ ജീവിക്കുന്ന ഇന്ന് ധാരാളം മക്കള് കേരള മണ്ണി മാത്രമല്ല, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളുണ്ട്. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന മക്കള്, വിശുദ്ധ ജീവിതം നയിക്കുന്ന മക്കള്. അവർക്ക് ലൗകികമായ ഒരു പ്രശ്നം ഉണ്ടായാലും പ്രശ്നമില്ല, ജോലി പോലും കളഞ്ഞിട്ടുള്ള മക്കളെ എനിക്കറിയാം. സുവിശേഷത്തിന് വേണ്ടി നല്ല ഇഷ്ടം പോലെ ശമ്പളം കിട്ടുന്ന, കൈ നിറയെ പണം കിട്ടുന്ന മേഖല വേണ്ട, റിസൈൻ ചെയ്തിട്ട് സുവിശേഷം. നിങ്ങൾക്ക് ഭ്രാന്തി പിടിച്ചല്ല മക്കളെ, അവർ ഈശോയെ കണ്ടുമുട്ടി, അവരുടെ ജീവിതം ക്രിസ്തുവിനോട് അവർ ബന്ധിപ്പിച്ചു, ഐക്യപ്പെടുത്തി. അതിന്റെ ഫലമാണത്. അതിന്റെ ഫലമാണ്. ക്രിസ്തുവിനോട് ഐക്യമില്ലാത്തവനോട് അതുപേക്ഷിക്കുക, ഇതുപേക്ഷിക്കുക പറഞ്ഞാൽ അവന് പറ്റില്ല, അവന് ഭയവാ. എന്തെങ്കിലും ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അവന് ഉത്കണ്ഠയാ. അവന് വസ്തുക്കൾ ഉപേക്ഷിക്കാൻ ഉത്കണ്ഠയാ. ജോലി ഉപേക്ഷിക്കാൻ അവന് ഉത്കണ്ഠയാ. അവന് ജീവിതത്തിലെ ചില സുഖങ്ങൾ ഉപേക്ഷിക്കാൻ പേടിയാ. നാളെ എനിക്ക് ആരുമില്ലാതായി തീരുവോ?
വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവചരിത്രത്തിലൊരു സംഭവമുണ്ട്. ആ വ്യക്തി വലിയൊരു മാനസാന്തരത്തിലേക്ക് വന്ന സമയത്ത് തൻ്റെ സ്നേഹിതൻ്റെ ഒത്തിരി സഹായം കിട്ടുന്ന സമയമുണ്ട്. ആ സമയത്ത് അദ്ദേഹം വാവിട്ട് കരഞ്ഞ് അദ്ദേഹം മാനസാന്തരത്തിലേക്ക് വരുന്നു. സ്വന്തം അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച്, അമ്മയുടെ കണ്ണുനീരിൻ്റെ പുത്രൻ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞത് വലിയൊരു സംഭവമുണ്ട്. പഴയ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് കരകയറി ഈ പുതിയ ജീവിതത്തോട് കരകയറിയതിൻ്റെ പിന്നെ ഒരു ചരിത്രമുണ്ട്, ഒരു വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ രഹസ്യാത്മകമായ ചരിത്രം എന്താണ്? ചരിത്രം മറ്റൊന്നുമല്ല, ഇവൻ അവനൊരു വഴിവിട്ട സ്ത്രീയും അതിലൊരു കുഞ്ഞുമുണ്ട്. ആ ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടി ഇവൻ മനസ്സ് കിടന്നു ഭയങ്കരമാണ് അസ്വസ്ഥപ്പെടുന്നു. എങ്ങനെ കളയാൻ പറ്റും? ഇത്ര വർഷമായിട്ടുള്ള, ഇത്ര നാളുകളായിട്ടുള്ള ഈ പാപത്തിന്റെ സുഖബന്ധം എങ്ങനെ കളയും? ഇതെങ്ങനെ വിട്ടു? ശരീരത്തോട് ചേർന്നിരിക്കുന്ന ഈ ബന്ധം എങ്ങനെ കളയും? പാപകരമായ ബന്ധമാ. ദൈവ കൽപ്പന ലംഘിച്ചുള്ള, അല്ലെങ്കിൽ 6-ാം പ്രമാണം ലംഘിച്ചുള്ള ജീവിതം, മദ്യപാനത്തിന്റെ ജീവിതം, ഇതെങ്ങനെ കളയാൻ പറ്റും? ഈ മനുഷ്യൻ അസ്വസ്ഥപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം സഹായിക്കുന്നുണ്ട്. മകനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമല്ലേ, ഞാൻ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, കൂടെയുണ്ട്, നീ എന്നിലേക്ക് തിരിയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മാടി വിളിക്കുക, അതവന് ഹൃദയത്തിൽ ധ്യാനിക്കുക. മാടി വിളിക്കുന്നു കർത്താവിൻ്റെ പക്കലേക്ക്, സ്നേഹത്തിലേക്ക്. അതാണ് ശരിക്കും പരിശുദ്ധ കുർബാനയുടെ അർത്ഥം. അതാ, ഓരോ ദിനത്തിലും ദൈവമകനെ, ദൈവമക്കളെ കർത്താവ് തന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്ന, സ്നേഹബന്ധത്തിലേക്ക് ക്ഷണിക്കുന്ന കുദാശയ പരിശുദ്ധ കുർബാനയ. ആ ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, ബന്ധത്തെ കൊണ്ടുവരിക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ആധ്യാത്മിക ചിന്ത പരിശുദ്ധാത്മാവിന് കൃപയായിട്ട് കൊടുക്കുക. കൃപയായിട്ട് ഇവന്റെ ഹൃദയത്തിലേക്ക് നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ സമയത്ത് അവൻ പറഞ്ഞു, ഒരു ആൾ രൂപം വന്ന പോലെ. പക്ഷെ അവന്റെ ചിന്തയിലുണ്ടാകാതായതാകാം, അവൻ്റെ മനസ്സിൽ കടന്നു വന്നേക്കും ഒരാൾ രൂപം വന്ന പോലെ പാപത്തിൻ്റെ സ്ത്രീ ഇവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ട് ഇവൻ പറയുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നീ എന്താ പറയുന്നത്? എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി ശിഷ്ടകാലം നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറയാനോ? ഒരിക്കലും സാധ്യമല്ല എന്ന് ഇവള് പറഞ്ഞിട്ട് നീ എന്നെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റിയാലെന്ന്. ഈ പാപത്തിൻ്റെ സ്ത്രീ ഒരു പ്രത്യേക തരത്തിൽ ഒരു പ്രത്യക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു മനസ്സിലൊന്നും ചിന്ത പോലെ അവൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ ഒരു നിമിഷം ഇല്ല, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ കർത്താവിനെ അറിയുന്നു, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് നിന്റെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹം, നിലനിൽക്കുന്ന സ്നേഹം, സന്തോഷം നൽകുന്ന സ്നേഹം. അത് ഹൃദയത്തിൽ നടക്കുന്ന ഒരു വലിയ സംഭവം. ഇത് ആർക്കും പുറമെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ആത്മബന്ധത്തിന്റെ സംഭവം. അത് ക്രിസ്തുവുമായിട്ടങ്ങ് ബന്ധത്തിലായപ്പോഴാ ആ സമയത്ത് ഈ ഒരു തിന്മയുടെ അന്ധകാര ശക്തി ഇരുട്ട് ഇവന്റെ മുന്നിൽ അങ്ങ് പോയിട്ട് വലിയൊരു പെരുമഴ പെയ്തിറങ്ങിക്കിട്ട് ശാന്തമാകുന്ന അന്തരീക്ഷം പോലെ ഈശോയിലേക്ക് തിരിയുക, ആത്മബന്ധത്തിലേക്ക് തിരിയുക, അവനെല്ലാം ഉപേക്ഷിക്കുക. പിന്നെ അവന്റെ ജീവിതം ഒരു യാത്രയാണ് ക്രിസ്തുവിനോട് കൂടി. അതുകൊണ്ടാ അവന് ഈശോയുടെ കൂടെ നടന്നുകൊണ്ട് മാത്രം അവന് മുന്നോട്ട് പോകാൻ പറ്റിയത്, ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റിയത്. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിന്മയുടെ ശക്തി ഒരുപാട് ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ പിശാച് കൂടിയിരിക്കുന്നു. ഹൃദയങ്ങളാണ് പിശാചിരിക്കുന്നത്. വെറുപ്പിന്റെ, ധനാസക്തിയുടെ, അഹങ്കാരത്തിന്റെ ആസക്തികളുടെ പിശാചുകൾ ഒത്തിരിയേറെ ഹൃദയങ്ങളെ മൂടിയിട്ടിട്ടുണ്ട്. കാരണം ഈ ഹൃദയങ്ങൾ ക്രിസ്തുവുമായിട്ട് ബന്ധത്തിലില്ല. ഈശോയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി, ബന്ധം മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ അതുകൊണ്ടല്ലേ നമ്മൾ ഇവനാ കൊണ്ടുവന്നു സാധാരണ ശക്തി അനേക ജീവിതങ്ങൾ കൊണ്ടുപോവുക, പല വഴിക്ക് കൊണ്ടുപോവുക. അനുദപിച്ച് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് പരിപൂർണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട്, എൻ്റെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം ഉരുകി പ്രാർത്ഥിക്കണം. വചനത്തിൽ പറയുന്നത് പോലെ, തിരുവചനത്തിൽ പറയുന്നത് പോലെ, അതായത് നിയമാവർത്തന പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തില്, നിയമാവർത്തന പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വചനം, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തു നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണം. അപ്പോഴാണ് അന്ധകാര ശക്തി വിട്ടുപോവുക, സാത്താൻ്റെ ശക്തി തോറ്റു പിന്മാറുക, പവർ നിറയുക, ഭയങ്കര പവർ നിറയുക. ഞാൻ പല ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ അങ്ങനെയുള്ള കുടുംബങ്ങൾ, ജീവിതങ്ങളിൽ അഭിഷേകം നിറയുക, ഈശോയുമായിട്ട് ബന്ധമാണ്. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പൗലോസ് നമുക്ക് നൽകിയ വലിയ ശക്തമായ ഒരു വചനം, പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള വചനം, ബന്ധനങ്ങൾ അഴിക്കാനുള്ള വചനം, സാത്താന്റെ കെട്ടഴിക്കാനുള്ള വചനം പറയുക. ആന്തരിക മനുഷ്യൻ വളരുമ്പോൾ ഭൗതിക മനുഷ്യൻ ക്ഷയിക്കുന്നൊരു അനുഭവമുണ്ട്. അത് യാഥാർത്ഥ്യമാണത്. നേരെ മറിച്ച് ഭൗതിക മനുഷ്യൻ ഭയങ്കര ആഡംബരത്തിലോട്ട് വരുമ്പോൾ അവന്റെ ആധ്യാത്മിക മനുഷ്യൻ
അവൻ്റെ ആധ്യാത്മിക മനുഷ്യൻ ചുരുങ്ങിപ്പോയി. അവൻ മറ്റുള്ളവരെ കാണിക്കാനുള്ള നെട്ടോട്ടത്തിൽ. എന്തിനാണ് ബാഹ്യമായിട്ടുള്ള പൊലിമകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്? എന്തിനാ ബാഹ്യമായതെല്ലാം കൂട്ടുന്നതിന്? അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായി തീരാൻ വേണ്ടിയാണ്. നേരെ മറിച്ച് ഇവിടെ സംഭവിക്കേണ്ടത് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വചനത്തിൽ പറയുന്ന പോലെ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ, അത് കുരിശും മരണം വരെ അനുസരണമുള്ളവനെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ഈശോ ശൂന്യവൽക്കരിച്ച് നിൽക്കുന്നതാണ്, ഒന്നുമില്ല നിൽക്കുന്നത്. അതാണ് ബെത്ലഹേമിൽ പിറക്കുന്നു. ഈശോയ്ക്ക് തലചായ്ക്കാൻ പോലും ഇടയില്ല. ഈശോ കുരിശുമരമാണ് അവസാനം ഈശോയ്ക്ക് കിട്ടിയ സ്ഥലം. കുരിശിൽ മരിക്കും എല്ലാം കാണിച്ചാൽ അവിടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടു. ദൈവബന്ധമുണ്ട്, നല്ല ദൈവബന്ധമുണ്ട്. അതാണ് ദൈവബന്ധമുള്ളവൻ ഓരോ ദിനത്തിലും ഭൗതികതയോട് വിട പറയുമ്പോൾ ലൗകിക ബന്ധമുള്ളവൻ, ലോകാരൂപിയിൽ നിറഞ്ഞവൻ. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് ഈ വചനം പഠിപ്പിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വചനത്തിൽ പറയുകയാണ്. 8 മുതൽ 5 പറയും, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവൻ അല്ല. വീണ്ടും പറഞ്ഞുകൊണ്ട് റോമാലേഖനം 8:7, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ആ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. അതാണ് ഭയങ്കര കാര്യം. അതായത് ഭൗതികമായ ആഗ്രഹങ്ങളുള്ള, ഒരുപാട് ലൗകിക മോഹങ്ങളുള്ള ഒരുവൻ്റെ മനസ്സിന് ദൈവത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടാനായിട്ട് സാധ്യമല്ല. ബന്ധനത്തിൽ കഴിയുന്ന ആത്മാക്കളാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം, നമ്മുടെ കുടുംബങ്ങളിൽ ലൗകിക മോഹങ്ങളാണോ കൂടുതൽ, ആധ്യാത്മിക ആഗ്രഹങ്ങളാണോ കൂടുതൽ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതമാണോ? പൈശാചിക ബന്ധനങ്ങൾ നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും ഒത്തിരിയേറെ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തു ബന്ധം കുറവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സുവിശേഷ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമ്മൾ വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. കെട്ടഴിയട്ടെ, സാത്താൻ്റെ കെട്ടഴിഞ്ഞു പോട്ടെ. ജഡികാസക്തിയെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ജഡത്തെ നമ്മൾ കുരിശ് തറച്ചിട്ട് നമുക്ക് ആത്മീയ ജീവിതം നയിക്കാൻ തയ്യാറാകാം. നമ്മുടെ ജീവിതം നല്ലൊരു അഭിഷേകത്തിൻ്റെ ജീവിതമായി മാറട്ടെ. വചനം നിറഞ്ഞ മക്കളായി തീരട്ടെ. ലൗകികതയോട് വിട പറയാനുള്ള കൃപ ലഭിക്കട്ടെ. അത് വിട പറയണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഈശോയോട് അടുക്കണം. ഈശോയോട് അടുക്കാത്തൊരു വ്യക്തിക്ക് ലൗകികതയോട് അവർ പോരാ, എന്തേലും കിട്ടിയാലും പോരാ, എന്തായാലും പണിതുയർത്തിയാലും പോരാ. കാരണം ജഡിക ആസക്തി അതാണ്, ലൗകിക മോഹം അത്, ലോക അരൂപിയാണത്. ലോകത്തോടുള്ള ബന്ധം കൂടുന്നു, ദൈവത്തോടുള്ള ബന്ധം കുറയുന്നു. അതാണ് ഈ തലമുറയുടെ നാശത്തിന് കാരണം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ അല്പം കൂടെ കർത്താവിനെ അടുപ്പിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും സമ്പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് കാഴ്ചവെക്കുന്നു. എന്നെ അഭിഷേകം ചെയ്യണേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എനിക്കൊരു പുതിയൊരു അഭിഷേകം തരണമേ, ഒരു ആഴമുള്ള മാനസാന്തരം തരണമേ. വിശുദ്ധ അഗസ്തീനോസിൻ്റെ പാപകരമായ ജീവിതത്തോട് അവൻ വിട പറയാൻ പറ്റിയതിൻ്റെ പിന്നെ ഒറ്റ കാരണമുള്ളൂ, ദൈവസ്നേഹത്തിൻ്റെ ശബ്ദം കേട്ട് ആ ശബ്ദത്തിന് അവൻ ഉത്തരം കൊടുത്തപ്പോഴാണ് അവനിൽ നിന്ന് ലോകസ്നേഹത്തിൻ്റെ ശബ്ദം വിട്ടുപോയത്. ലോകസ്നേഹത്തിൻ്റെ ശബ്ദം എന്നെ നിങ്ങൾ വിട്ടുപോകണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ട് അതിനുത്തരം പറയാൻ തയ്യാറാകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. ഹൃദയം തുറന്ന് പറയാം. നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. നിൻ സന്നിധി മതി എൻ യേശുവേ. നിൻ പ്രസാദം മതി ഇന്നെനിക്ക്. കർത്താവായ ഈശോയെ, എല്ലാ ഹൃദയങ്ങളെയും തൊടണമേ, എല്ലാ ജീവിതങ്ങളെയും സ്പർശിക്കണമേ. കർത്താവെ, എല്ലാ ഹൃദയങ്ങളെയും തൊടണമേ, എല്ലാ മനസ്സുകളെയും തൊടണമേ, രോഗികളെ തൊടണം കർത്താവെ. അങ്ങനെ അത്ഭുതകരമായ ശക്തി എല്ലാ ഹൃദയങ്ങളിൽ കൊടുക്കണമേ. സഹനത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന മക്കളെ തൊടണമേ കർത്താവെ. ഇന്ന് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. അനേക ഹൃദയങ്ങളിൽ ഇരിക്കുന്ന തിന്മയുടെ ശക്തികൾ
വെറുപ്പിന്റെ, പകയുടെ, അഹങ്കാരത്തിന്റെ, അഹന്തയുടെ, സ്വാർത്ഥതയുടെ, ധനാസക്തികളുടെ, കുറ്റബോധത്തിന്റെ, നിരാശയുടെ, പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ബഹിഷ്കരിക്കുന്ന വിട്ടുമാറട്ടെ. എല്ലാ ശരീരങ്ങളെ വിട്ടുപോകട്ടെ, മനസ്സുകളെ വിട്ടുപോകട്ടെ, ബുദ്ധിയിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ, കൈകാലുകളെ വിട്ടുപോകട്ടെ, മനസ്സിന്ന് വിട്ടുപോകട്ടെ, അവയവങ്ങളെ വിട്ടുപോകട്ടെ. സാത്താന്റെ ശക്തി യേശുനാമത്തിൽ ബന്ധിക്കുന്ന, ബഹിഷ്കരിക്കുന്ന വിട്ടുമാറട്ടെ. കർത്താവ് ഇങ്ങോട്ട് പരിശുദ്ധ ആത്മാവിനെ വർഷിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവിനെ, കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ. അത്ഭുതകരമായ രോഗശാന്തി കൊടുക്കണേ കർത്താവേ. ഈ സമയത്ത് എല്ലാ ജീവിതങ്ങളും തുടരണമേ. മനസ്സൊടിഞ്ഞ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവേ. ഈശോ അങ്ങ് കൈപിടിച്ച് നടത്തണം കർത്താവേ. ഈ മക്കളുടെ സഹനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കണേ കർത്താവേ. ഈശോയെ, ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തിപ്പെടുമ്പോൾ, ബാഹ്യ മനുഷ്യൻ ബലഹീനമാക്കപ്പെടുമ്പോൾ, ഇല്ലാതായി പോകുമ്പോൾ കർത്താവെ ഭയപ്പെടാതെ നിന്നെ മഹത്വപ്പെടുന്ന കൃപ തരണമേ. മദ്യപാനത്തിന്റെ, പുകവലിയുടെ, മയക്കുമരുന്നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഈ മക്കളുടെ കുടുംബങ്ങളെ വിട്ടുപോകട്ടെ. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, പകയുടെ, പ്രതികാര ചിന്തയുടെ, വ്യഭിചാരത്തിന്റെ, സ്വയംഭോഗത്തിന്റെ, സ്വർഗരീതികളുടെ അന്ധകാര ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. ഈ മക്കളുടെ ശരീരങ്ങളുടെ രോഗബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അസ്വസ്ഥകൾ വിട്ടുപോകട്ടെ. ഈ പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരണത്തിന്റെ ശക്തി എല്ലാ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. എല്ലാ നിരാശകളും വിട്ടുപോകട്ടെ. കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിനെ അനുഗമിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ലഭിക്കട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് തരണമേ. കർത്താവെ ശക്തി തരണമേ. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ മനസ്സുകളും കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ അധരങ്ങളും ദൈവമേ എന്ന് വിളിക്കട്ടെ. എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ. ഉത്കണ്ഠകൾ വിട്ടുപോകട്ടെ. കർത്താവ് കൂടെയുണ്ട്. കർത്താവിനോട് അടുക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. വിശുദ്ധർക്ക് കിട്ടിയ അതേ കൃപ ഈശോയെ എല്ലാ വസ്തുക്കളെക്കാളും, എല്ലാ വ്യക്തികളെക്കാളും, എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കാനുള്ള ഉന്നതമായ ശക്തി ലഭിക്കട്ടെ. ലൗകിക മോഹങ്ങളോട്, ആഗ്രഹങ്ങളോട് വിട്ടുപറയാനുള്ള കൃപ ലഭിക്കട്ടെ. ദൈവ പദ്ധതികളോട് സഹകരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു. കർത്താവ് ആശീർവദിക്കുന്ന സമയത്ത് വലിയ വിടുതലും വലിയ സൗഖ്യങ്ങളും കൊണ്ട് എല്ലാ മക്കളും നിറയട്ടെ. എല്ലാ കുടുംബങ്ങളിലെ ബന്ധനം അഴിയട്ടെ. പരിശുദ്ധമായ ശക്തി ഒഴുകട്ടെ. സന്താന ശക്തി ഇല്ലാതായി തീരട്ടെ. സന്താന ശക്തി ഇല്ലാതായി തീരട്ടെ. ദൈവ കൃപയൊഴുകട്ടെ. കൃപയൊഴുകട്ടെ. അഭിഷേകം വ്യാപിക്കട്ടെ. അഭിഷേകം വ്യാപിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളിലേക്ക് അഭിഷേകം വ്യാപിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഹൃദയം ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളിലേക്കും പെയ്തിറങ്ങട്ടെ. പരിശുദ്ധ ശക്തി പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരാധന, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. വിഷമങ്ങൾ മാറ്റണമേ. എല്ലാം നന്മയ്ക്കായി മാറ്റണമേ. സഹനത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. സഹനത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. എല്ലാവരും അഭിഷേകത്തിലേക്ക് വരട്ടെ. പരിശുദ്ധ കുർബാനയുടെ ശക്തി വ്യാപിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ ശക്തി വ്യാപിക്കട്ടെ. കുടുംബങ്ങളിലെ വിഷമങ്ങൾ മാറട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈ മക്കളുടെ കുടുംബങ്ങളിലുള്ള ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈ സമയത്ത് ശക്തമായ അഭിഷേകം ഒരുപാട് പോലെ പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയട്ടെ.